പിന്നെ നമ്മളെന്ന് ചിലപ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബയോട്ടിക്സും കൂടെ കൊടുക്കും. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ശരീരത്തിലൊക്കെ ഇപ്പോൾ നമ്മളുടെ വയറ്റിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക്സ് എടുത്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ മിസ്യൂസാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കാം ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അത് മാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ, അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് എന്താ വെച്ചാൽ കുറേ മൈക്രോ ഓർഗാനിസംസിനെതിരെയുള്ള പ്രവർത്തനം അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസിനെയും കൂടി എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടി ഇല്ലാതെ ആ കോമൺ ആയിട്ട് കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ നമുക്ക് ഒന്നുകിൽ യൂസ് ഉള്ളതായിരിക്കും, അതല്ലെങ്കിൽ നിരുപദ്രവകാരിയായിരിക്കും, അതിനെയും കൂടി ഇത് ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾക്ക് ഉപകാരമുള്ള ഈ മൈക്രോ ഓർഗാനിസംസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, വയറിളക്കം പോലത്തെ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുറച്ച് ബാക്ടീരിയകളെ അല്ലെങ്കിൽ അങ്ങനത്തെ അത് സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് തൈര് കഴിക്കുക എന്നുള്ള പോലത്തെ സാധനം. അതായത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബയോട്ടിക് പിന്നെ ഫീച്ചേഴ്സുള്ള ഭക്ഷണം, തൈര് പോലുള്ള ഭക്ഷണങ്ങളിലുള്ളത് നമ്മുടെ ഗട്ടിലുള്ള നമ്മുടെ വയറ്റിനകത്തുള്ള ഗുഡ് മൈക്രോബ്സ് എന്ന് പറയാം. ഈ ഗുഡ് മൈക്രോബ്സിനെ റീപ്ലേസ് ചെയ്യലാണ് പ്രോബയോട്ടിക്കും അതല്ലെങ്കിൽ പ്രോബയോട്ടിക്കിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന തൈരിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കേണ്ട ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സിമ്പിൾ വയറിളക്കം വരുമ്പോഴേക്ക് പിടിച്ചിട്ട് പ്രോബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന, ചെറിയൊരു ഗ്യാസ്ട്രിക് അപ്സെറ്റ് വരുമ്പോഴേക്കും പ്രോബയോട്ടിക് കൊടുത്താൽ മതി, അത് മാറും എന്നുള്ള ചിന്ത വരുന്നത് ശരിയല്ല എന്നുള്ളതാണ്.